ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതിൻ്റെ ചാർജിങ് സോക്കറ്റാണ് കംപ്ലൈൻറ്റ്. സോക്കറ്റ് ഒടിഞ്ഞു പോയിക്കാണ്. അപ്പോൾ നമുക്ക് സോക്കറ്റ് മാറണം എങ്ങനെ നോക്കാം. അതിന് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ എല്ലാം അഴിക്കാം. 4 സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ സ്ക്രൂ എല്ലാം അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊക്കിയെടുക്കാം. മെയിനായിട്ട് 2 കണക്ഷനാണ് വരുന്നത്. ഒന്ന് ബാറ്ററിയുടെ കണക്ഷനും പിന്നെ സ്പീക്കറിലേക്ക് പോകുന്ന കണക്ഷനും. ഇതിൻ്റെ ത്രെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ വയർ. ഇതാണ് ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ PCB. ഇതിൻ്റെ അകത്താണ് ആംപ്ലിഫയറും അതുപോലെ ഒരു സോക്കറ്റുകളും പിന്നെ ഫങ്ഷൻ സ്വിച്ചുകളെല്ലാം ഈ ഒറ്റ PCB തന്നെയാണ് വരുന്നത്. അതിൻ്റെ ചാർജിങ് സോക്കറ്റാണ് ഒടിഞ്ഞു പോയേക്കണേ. അഴിച്ചെടുക്കാം. 2 സ്ക്രൂവിലാണ് ഈ ബോർഡ് സെറ്റ് ചെയ്തേക്കണേ. നമ്മുടെ ചാർജിങ് സോക്കറ്റാണ് ഇതിൻ്റെ അന്ന് ഒടിഞ്ഞു പോയേക്കണേ. അപ്പോൾ ഇത് പ്രിൻ്റ് പോയാലും നമുക്ക് ആ സോക്കറ്റോടെ സെറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ടാണ് ഒരു സോക്കറ്റ് സെറ്റ് ചെയ്യണേ. നമുക്കിതുപോലെ സോക്കറ്റ് വാങ്ങാൻ കിട്ടും. ഇത് PCBയിൽ വരുന്നതല്ല, ഇത് ക്യാബിനിൽ വെച്ച് കൊടുക്കുന്ന ടൈപ്പാണ്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ അഡീഷണൽ സോക്കറ്റ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് സോക്കറ്റ് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഹോളിലേക്ക് സെറ്റ് ചെയ്യാം. ഉള്ളിലേക്ക് ഇറങ്ങുന്ന ചെറിയൊരു ബലം കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് ഇറക്കുന്നത്. നമുക്ക് ഈ പോർഷനിൽ പശയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ PCBയുടെ കണക്ഷൻ കൊടുക്കാനാണ് നോക്കാം. നമുക്ക് PCBയിൽ നോക്കേണ്ട സോക്കറ്റിൻ്റെ പ്ലസും മൈനസും സപ്ലൈ ഇവിടെ വന്നതാണ്. അതിൻ്റെ പ്ലസ് സപ്ലൈ ഡയോഡിലേക്കാണ് വരുന്നത്. മൈനസ് സപ്ലൈ USB സോക്കറ്റിൻ്റെ ബോഡിയാണ്. അപ്പോൾ PCBയിൽ നിന്ന് സോക്കറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ ചെറിയ വയറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോക്കറ്റിൻ്റെ പ്ലസ് നമ്മുടെ ഡയോഡിൻ്റെ ഒരു കാലിലേക്കും അതിൻ്റെ മൈനസ് USB സോക്കറ്റിൻ്റെ ബോഡിയിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കണക്ഷനാണ് വന്നത്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഈ ബോഡി കവറിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ PCB നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കണക്ഷൻ സോക്കറ്റിലേക്കാണ് കൊടുക്കേണ്ടത്. സോക്കറ്റിൻ്റെ വയർ നമ്മൾ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. പ്ലസും മൈനസും തിരിഞ്ഞുകൊണ്ട് കണക്ട് ചെയ്താൽ മതി. പ്ലസ് സപ്ലൈ ഡയോഡിലേക്കും മൈനസ് സപ്ലൈ USBയുടെ ബോഡിയിലേക്കുമാണ് വരുന്നത്. ഇനി നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ സോക്കറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ റെഡ് സോക്കറ്റ് വരുന്ന ബാറ്ററിയിലേക്കും വൈറ്റ് വരുന്ന സ്പീക്കർ സോക്കറ്റിലേക്കാണ് വരുന്നത്. അത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് കത്തിപ്പോവും. നമ്മൾ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത ശേഷമാണ് സോക്കറ്റ് പശയിട്ട് ഉറപ്പിക്കണേ. സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാർജിങ് സോക്കറ്റ് വർക്കിംഗ് ആണെന്ന് പറയാൻ വേണ്ടി ഞാനൊരു ചാർജർ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കി വെക്കാം. നമ്മുടെ ചാർജിങ് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സോക്കറ്റ് പശയിട്ട് ഉറപ്പിക്കാം. അതുപോലെ നമ്മുടെ ഫ്രണ്ടിലത്തെ കവറും സെറ്റ് ചെയ്യാം. സോക്കറ്റ് നമ്മൾ വലിച്ച ഊരി പോരും. അത് കാരണം നമ്മൾ ഫെവി ബോണ്ട് പശയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ടോപ്പ് കവറിൻ്റെ പശ പോയിട്ടുണ്ട്. അപ്പോൾ അതുകാരണം നമുക്ക് ജസ്റ്റ് ഫെവി ബോണ്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ടോപ്പിലെ കവറോടെ സെറ്റ് ചെയ്യാം. അപ്പോൾ സോക്കറ്റ് പോയ ബ്ലൂടൂത്ത് സ്പീക്കർ സോക്കറ്റ് മാറ്റി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്.